السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കിട്ടാൻ പല മാർഗങ്ങളും നാം സ്വീകരിക്കാറുണ്ട്. ഇന്ന് ഈ വിനീതൻ സംസാരിക്കുന്നതും അങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കിട്ടാനും അതോടൊപ്പം തന്നെ നമ്മെ ഏറ്റവും കൂടുതൽ ഇടങ്ങേറുകളാക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ ശത്രുത മാറാനും സാധിക്കുന്ന രണ്ട് സൂറത്തുകളെ പരിചയപ്പെടുത്താനാണ്. നമ്മുടെ ശത്രുക്കൾ പല രൂപത്തിലുണ്ടാകും. അത് നമ്മുടെ അയൽവാസികളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്നാകാം. അങ്ങനെ ഏത് ശത്രുക്കളാണെങ്കിലും അവരുടെ ഉപദ്രവങ്ങൾ നമുക്ക് ഏൽക്കാതിരിക്കാൻ ഈ രണ്ട് സൂറത്തുകൾ നാം പതിവാക്കിയാൽ മതി. ഏതൊക്കെയാണ് ആ രണ്ട് സൂറത്തുകൾ? അതിലൊന്ന് സൂറത്തുൽ മാഊനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون എന്ന് പറയുന്ന ആ സൂറത്ത് ഓതിയാലാണ് മഹാന്മാർ പറഞ്ഞ ഈ നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നത്. കേവലം 7 ആയത്തുകൾ മാത്രമുള്ള ഈ ചെറിയ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിജയങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടാൻ സൂറത്തുൽ മാഊൻ പതിവാക്കിയാൽ മതിയെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. മഹാന്മാർ പറയുകയാണ്, ലിഖദാഇൽ ഹാജത്തി വലിഫുതൂഹാത്തിൽ അലീമ, വണ്ണമായ വിജയങ്ങൾക്കും ആവശ്യങ്ങൾ നിറവേറ്റാനും ഇഖ്റഇ സൂറ, നിങ്ങൾ ഈ മാഊൻ സൂറത്തിനെ 15 തവണ നിങ്ങൾ ഓതണം. കുല്ല ലൈലത്തിന്, എല്ലാ രാത്രിയിലുമാണ് നിങ്ങൾ ഓതേണ്ടത്. ലിമുദ്ദത്തി 11 ലൈല, 11 ദിവസം തുടർച്ചയായിട്ട് 15 തവണ ഈ സൂറത്ത് നിങ്ങൾ ഓതണം. എപ്പോഴാണത് തുടങ്ങേണ്ടത്? ബിലൈലത്തിൽ ഇസ്നൈൻ, നിങ്ങൾ തിങ്കളാഴ്ചയാണത് തുടങ്ങേണ്ടത്. തിങ്കളാഴ്ച തുടങ്ങിയിട്ട് 15 ദിവസം പൂർത്തിയാക്കുക. അങ്ങനെ പൂർത്തിയാക്കിയാൽ മാത്രവുമല്ല, ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിനിടയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു റുക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറയുന്ന ഈ ആയത്തുകൂടെ ഓരോ മാഊൻ സൂറത്ത് ഓതുമ്പോഴും നമ്മളതിൻ്റെ ഇടയിൽ ഓതുക. മാത്രവുമല്ല, അതിന് ശേഷം നബി തങ്ങളുടെ മേലിൽ സ്വലാത്തും അതേപോലെ തന്നെ നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും സ്വലാത്ത് 15 തവണ ചൊല്ലുക. അഥവാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്ന ആ സ്വലാത്ത് ഒരു 15 തവണ ചൊല്ലിയിട്ട് നമ്മൾ സുജൂദ് ചെയ്യുക. ആ സുജൂദ് ചെയ്തതിന് ശേഷം നമ്മുടെ എന്ത് ആവശ്യങ്ങളാണെങ്കിലും, നമ്മുടെ മക്കളെ കെട്ടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കടങ്ങളെ വീടാൻ, അല്ലെങ്കിൽ മറ്റ് എന്ത് ആവശ്യമാണെങ്കിലും ആ സുജൂദിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ നമുക്കുണ്ടാകുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്താനും അവരുടെ ശത്രുത മാറാനും ഒക്കെ ഉതകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന് പറയുന്ന ഈ സൂറത്താണ് നമ്മൾ ഓതേണ്ടത്. എന്താണിതിൽ പ്രതിപാദിക്കുന്ന വിഷയം? കഅബയെ തകർക്കാൻ വന്ന അബ്രഹത്ത് രാജാവിനെയും സൈന്യത്തെയും അബാബീൽ പക്ഷികളെ കൊണ്ട് അള്ളാഹു നശിപ്പിച്ച കഥയെക്കുറിച്ചാണിത്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, സൂറത്തുൽ ഫീലിൻ്റെ അക്ഷരങ്ങളുടെ കണക്കനുസരിച്ച് നാം ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ ശത്രുക്കളുടെ ശത്രുത മാറുന്നതാണ്.
നമ്മളോട് ആരെങ്കിലും ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുതലാളിമാർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളൊക്കെ ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അക്ഷരങ്ങൾ എത്രയാണോ അത്ര നമ്മൾ ഈ സൂറത്ത് ഓതുക. എത്രയാണ് ഇതിൻ്റെ അക്ഷരങ്ങൾ? മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇഖ്റ സൂറത്തുൽ ഫീൽ, നിങ്ങൾ സൂറത്തുൽ ഫീൽ ഓതണം. എത്ര പ്രാവശ്യം? 98 അക്ഷരങ്ങളാണുള്ളത്. അതുകൊണ്ട് 98 തവണ നിങ്ങൾ ഓതണം. എപ്പോഴാണ് ഓതേണ്ടത്? ഫീ ലൈലത്തി സുലസാ ഔ ലൈലത്തുൽ അർബിആ, ചൊവ്വാഴ്ച ദിവസമോ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസമോ നിങ്ങൾ ഓതേണ്ടത്. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ യഹ്ലുകുല മഹാല ഫി അഖല്ലി മിന സന, നിങ്ങളത് ഓതിയാൽ നിങ്ങളോട് ആരാണോ ശത്രുത വെക്കുന്നത് അവരുടെ ശത്രുത മാറുന്നതാണ്. അവരുടെ ശത്രുത മാറിയിട്ട് നിങ്ങളോട് സ്നേഹമുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ്. 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് നടക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 2 സൂറത്തുകളും നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശഫിയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊതുപരീക്ഷയൊക്കെ കഴിഞ്ഞ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവരുടെയൊക്കെ പരീക്ഷകളിലൊക്കെ അല്ലാഹു വിജയം നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു നന്നാക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.